ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളെന്തായാലും സ്കാനിങ് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞത് സ്കാനിങ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അത് പറഞ്ഞതല്ലോ നമ്മൾ ചോദിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഏർലി സ്കാനിങ് എടുക്കാൻ പോകേണ്ട ഇന്നാണ്. അപ്പോൾ ഞങ്ങൾ ടോക്കണും കാര്യങ്ങളും ഞാൻ രാവിലെ തന്നെ ബുക്ക് ചെയ്തു. പക്ഷേ നമുക്ക് സ്കാനിങ്ങിൻ്റെ അവിടെ ടോക്കണും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പോയാലേ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് സ്കാനിങ് എടുത്തിട്ട് ഡോക്ടർ പോണതിൻ്റെ ഉള്ളിൽ കാണിക്കണം. എന്താ വെച്ചാൽ ചിങ്കിട് എണിക്കാൻ ലേറ്റ് ആവുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനും കാര്യങ്ങളൊക്കെ ഒരു കുറച്ച് ലേറ്റ് ആയിട്ട് പോകണതില്ലോ. അല്ല, ചിങ്കിടും എണിക്കാൻ ലേറ്റ് ആണ്. നമ്മുടെ നമുക്ക് എടുത്തിട്ട് പോവാലോ. എടുത്തിട്ട് പോവാ. പക്ഷെ ചിങ്കുടു എന്താണ് ഉറങ്ങണത് ലേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ എണിക്കണത് ലേറ്റ് ആവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാനും ഭാവിച്ചിട്ടുണ്ട് ഇനി ചിങ്കുടുവിനെ റെഡിയാക്കണ്ടല്ലോ. ഗൈസ്, ആൾക്ക് ബാഗ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നല്ല ഇഷ്ടം. ഞങ്ങൾ ഇന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചല്ലോ. അതായത് ഇവിടെ എണിക്കുന്നതിന് മുന്നേ കഴിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ അയക്കില്ല. പിന്നെ ഇവിടെ നിന്ന് അവിടെ പോയിട്ട് കാണിച്ചിട്ടൊക്കെ പിന്നെ കഴിക്കാൻ പറ്റുള്ളൂ. അതെ, അപ്പം എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. ഞാനും ഭാവിച്ച് ചിങ്കുട് എണിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞതും ചിങ്കുട് എണിക്കുകയും ചെയ്തല്ലോ. ഡ്രസ്സ് എടുക്കട്ടെ. ഭാവിച്ച് ഡ്രസ്സ് എടുത്തിട്ടോ. ഗൈസ്, ഇനിയിപ്പോൾ ചിങ്കുടും ഡ്രസ്സ് മാറ്റി കൊടുക്കുക, നേരെ പോവുക. പിന്നെ സ്കാനിങ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ 1 മണി വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ചിലപ്പോൾ പുറത്ത് പോയി എടുക്കേണ്ടി വരും. എന്തായാലും ഇന്ന് കാണിക്കണം, കാരണം അത് സ്കാനിങ് എടുത്തിട്ട് എന്താണെന്നുള്ളൊരിത് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ഡ്രസ്സ് അവിടെ ഉണ്ടാവും. അതില്ലേ എന്താണ് കൊറേ ഇട്ടിട്ടേ ഒന്നും കാണാനില്ല. എനിക്ക് ഇവിടെ ഉണ്ടാവും, നോക്കി നോക്ക്. എനിക്ക് എന്താണ് ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്കൊരു പേടി. ഗൈസ്, അവിടെ ഒരാൾ പൊരിഞ്ഞ് ഉറക്കുവാണ്. വെള്ളം തട്ടിയിട്ടാ അവിടെ കിടന്ന് ഉറങ്ങാലോ. ഹോസ്പിറ്റലിൽ ഇനിയിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് തന്നെ എടുക്കണം. അപ്പോൾ എന്തായാലും വേഗം പോയിട്ട് എടുക്കാം. ചിങ്കുടുവിന് ഡ്രസ്സ് മാറ്റേണ്ട ഒരു മാത്രമേ ഉള്ളൂ. എന്തായാലും വേഗം ചിങ്കുടുവിന് ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് ഇറങ്ങാം. ചിങ്കുടുവിന് ഡ്രസ്സാണ് കുറച്ച് ടാസ്ക്. എന്താണെന്നറിയോ, ഡെയിലി പുറത്തല്ല ഇറങ്ങണേ. അതുപോലെ ഇങ്ങനെ ഓരോരോ ഡ്രസ്സ് ഡെയിലി ഇട്ടുകൊണ്ടേയിരിക്കും. വാഷ് ചെയ്യാൻ ടൈം കിട്ടില്ല. അപ്പോൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു ഡ്രസ്സ് ഡബ്ബാ. ഞങ്ങൾ എന്താണ് ഇവിടെ സ്കാനിങ്ങിൻ്റെ അവിടെ എത്തിയില്ലോ. ഇവിടെ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴും ഭയങ്കര ചൂട്, പറഞ്ഞു ഭയങ്കര ചൂട്. നല്ല ചൂടുണ്ടല്ലേ. ഞങ്ങളൊന്നും ബൈക്കിൽ ഇറങ്ങി, കാറിലും ഇല്ല. പിന്നെ അതുപോലെ അവിടെ കോപ്പറേറ്റീവിലാണെന്നുണ്ടെങ്കിൽ 1 മണി വരെ ഉണ്ട് എന്ന് പറഞ്ഞാൽ 1 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ തൊട്ട് വേറെ വന്നിരിക്കണം. അപ്പോൾ അവിടെ കൊടുത്തു. അപ്പോൾ അവരെന്തായാലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വെള്ളം നന്നായി കുടിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കുടിക്കണമല്ലോ, നല്ല കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അറിയുള്ളൂ. ഇല്ലെങ്കിൽ അവർ തിരിച്ചു വിടും വെള്ളം കുടിച്ചിട്ട്. നല്ല ചൂടായിട്ട്. പിന്നെ അതുപോലെ ചിങ്കുടുവിനെ ഞങ്ങൾ വീട്ടിലാക്കിയിട്ട് വന്നു. എന്താ വെച്ചാൽ ഫുഡ് കൊടുക്കില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കലൊന്നും നടക്കില്ല. ചിങ്കുടുവിനെ വീട്ടിലാക്കിയിട്ട് വന്നു. പിന്നെ അവർ വിളിക്കും, അതൊരു വെള്ളം കുടിച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും വിളിച്ചിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ട് എന്താ നോക്കാലോ. ഇപ്പം തന്നെ ഒരാൾ ടെൻഷൻ എടുത്തിട്ട് ഇരിക്കുകയാണ്. എന്തായാലും സൈലൻ്റ് ആയിരിക്കണം. ഇപ്പോൾ തന്നെ ടെൻഷൻ തുടങ്ങി. ഗൈസ് ഞങ്ങളില്ലേ സ്കാനിങ് അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ എത്തി, ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ് വാവിച്ച് സ്കാനിങ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വാവിച്ച് ഞാൻ ഡോക്ടറിൽ ഫസ്റ്റ് കാണിച്ചിട്ടാണ് നോക്കുള്ളൂ എന്നാണ് പറഞ്ഞത് അല്ലേ. പിന്നെ ശരി നോക്ക് കൊണ്ട് വായിച്ച് തുറന്ന് നോക്കി. ഉള്ളിൽ പോയിട്ട് മറ്റവിടത്തെ പോലെ ഇവിടെ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ലിമിറ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ടോക്കൺ 60 ടോക്കൺ വന്നിട്ട് ഉറപ്പില്ലാത്തതുകൊണ്ട് വേറെ വഴിയില്ല. ഈ സമയത്ത് തന്നെ വരാൻ പറ്റുള്ളൂ. ടോക്കൺ 60 കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 10 പേരിന് കഴിഞ്ഞിട്ടേ കയറ്റുള്ളൂ. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അതങ്ങനെ തന്നെയാണല്ലോ. കഴിയുമ്പോൾ 10 പേരിന് കഴിഞ്ഞിട്ട് പിന്നെ കയറ്റുള്ളൂ. അത് ഫുഡ് കഴിച്ചിട്ട് വരാൻ നല്ല വിശപ്പുണ്ട്. പക്ഷെ അപ്പോൾ 10 പേര് കഴിഞ്ഞിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യില്ലേ. അപ്പം എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അതാണ് എന്താണെന്നുള്ളൊരു ഇതുണ്ട്. അപ്പം എന്തായാലും ഡോക്ടറിനെ കാണിച്ച് ഇറങ്ങുന്ന ഒരു ടെൻഷനാണ് കേസ്. അപ്പം എന്തായാലും നമുക്ക് ഡോക്ടറിനെ കാണിച്ചിട്ട് വരാമല്ലോ. വിളിക്കുമ്പോൾ കാണിച്ചിട്ട് വന്നിട്ട് എന്താണ് ഡോക്ടർ പറയുന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയല്ലോ. ഡോക്ടറിൻ്റെ അടുത്തൊക്കെ കാണിച്ചു. നല്ല വിശപ്പ് അവിടെ പോയപ്പോൾ തുടങ്ങിയിട്ട് വിശപ്പ് കൊണ്ട് വേറൊന്നുമല്ല. ഞങ്ങൾ എണിച്ച സമയത്ത് കുറച്ച് കഴിച്ചുള്ളൂ. പിന്നെ വേഗം വന്നും ചെയ്തു. പിന്നെ ഇപ്പോൾ ഈ ഒരു ടൈം പ്രഗ്നന്റും അല്ല, അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ നേരെ ഡോക്ടറിനെയൊക്കെ കാണിച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നോലേ. ഞാൻ കഞ്ഞിയും ചോറും പറഞ്ഞു. ഞാൻ ആ മൂപ്പിലൊന്നും ചോദിച്ചപ്പോൾ കഞ്ഞിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു 2 കഞ്ഞി എടുത്തിട്ട് വരും. അയ്യോ, ദേവിക്ക് കഞ്ഞിയും എനിക്ക് ചോറും കേട്ടോ. കാരണം എനിക്കിപ്പോൾ കഞ്ഞി കുടിക്കേണ്ട മൂടില്ല. അപ്പോൾ ചോറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡിനും നന്നായിട്ട് കഴിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നത് അവിടെ നല്ല ലേറ്റ് ആയില്ലോ സ്കാനിങ്ങിൻ്റെ അവിടെ ഇരുന്നിട്ട്. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തുകൊണ്ട് വിശപ്പം കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് എന്താണ് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാലോ. എന്തായാലും ഫുഡ് പറ്റാൻ കഴിച്ചു. വാവച്ചിക്ക് ചോറ് വന്നു, എനിക്ക് കഞ്ഞിയും വന്നു.
കഞ്ഞിക്ക് എന്ത് 2 കൂട്ട് ചോറിന് വെച്ചാൽ നമ്മളെ അതായത് ഇനി ചില്ലിയും പറഞ്ഞിട്ടുണ്ട്, പിന്നെന്താണ് ചെമ്പല്ലിയും പറഞ്ഞപ്പോൾ ഇനി അത് വരട്ടേട്ടാ. ഇഷ്ടമില്ലാത്ത അരിയാണ്, ഇഷ്ടമില്ലാത്ത അരി ചോറ് വേണം പണ്ട് കഴിച്ചു. നോവ് വന്ന സമയത്ത് മട്ടരി വെന്തിട്ടില്ലേ? കഞ്ഞി കുടിച്ചോ? ഗൈസ് ഞാൻ കഞ്ഞി കുടിക്കട്ടെ, അതാകുമ്പോൾ കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ലല്ലോ അല്ലേ? ഞങ്ങൾ സ്ഥിരം കുടിക്കുന്നത്, അതുകൊണ്ട് പിന്നെ ടേസ്റ്റ് നിങ്ങൾ പ്രത്യേകിച്ച് പറയാനില്ല. കുറച്ചു നേരം നിൽക്കുള്ളൂ, അതുള്ളൂ. വയറ് ഫുള്ളായ പോലെ ഉണ്ടാവും. അതെ, കോവയ്ക്ക ചിങ്കളും ഇല്ലാണ്ട് എന്താ പോലെ. ചിങ്കള് എപ്പോഴും ഇല്ലേ ഇവിടെ കഞ്ഞിക്കടയിൽ വന്ന് കഞ്ഞി നന്നായി കുടിക്കണം. മട്ടരി കഞ്ഞി ചിങ്ങളും നല്ല ഇഷ്ടമാണ്. വീട്ടിൽ മറ്റേ കുടിക്കില്ല, ഇവിടെ നന്നായി കുടിക്കും. വേറെ എന്തോ ആണുണ്ട്. അമ്മനെ വിളിച്ചു, അമ്മനില്ല അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം ചിങ്ങട് ഫുഡൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ പോകണം വേഗം. അല്ല പിന്നെ അവിടെ കളിക്കുള്ളൂ നന്നായിട്ട്, അതാണ് കുഴപ്പമില്ല. ഇത് എന്റെയാണ്, വേവിന്റെയാണ് അത് മണ്ട. അത് കഴിച്ചോ? എൻ്റെ കൈയിടണ്ടാ. അവിടെ ഇരിക്കുന്ന ഞാൻ അടുത്ത് കഴിച്ചു, ഞാൻ പടി ഉണ്ടായിരുന്നു. അത് കഴിച്ചോ? പൊയ്ക്കോ, ഓടിക്കോ. റൈസ് ചെമ്പല്ലി വന്നു, പിന്നെ അതുപോലെ ചില്ലി, ഒരു ചില്ലി താഴെയും പോയി. ഇവിടെ എപ്പോഴും വന്നല്ലേ ഒരു ചില്ലി താഴെ. പൊടിമീനാണ് പറയല്ലേ? പൊടിമീന് പറയാം. അപ്പോൾ ആള് ചോദിക്കും എപ്പോഴെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ ചോദിക്കും ആള്. ചെമ്പല്ലി ഒരു പീസ് എടുക്കുക, കുറച്ച് ഉള്ളിയും വെക്കുക. ഉള്ളി വെച്ച് വയ്ക്കുമ്പോൾ ഒരു ഫീലാണല്ലോ. ചെമ്പല്ലിയാണെങ്കിൽ ചില്ലിയാണെങ്കിൽ അങ്ങനെയാണ്. എനിക്ക് നല്ല ഇഷ്ടമുണ്ട് ഉള്ളി വെച്ച് കഴിക്കുന്നത്. കുറച്ച് ചെമ്പല്ലി, അല്ലാതെ ഉള്ളി എടുക്കാനേ കിട്ടുന്നില്ല. ഉള്ളി ഉള്ളിൻ്റെ ഒരു കടിക്കുമ്പോൾ ഒരു ഫ്ലേവർ. കഴിച്ച് അപ്പോൾ ഞങ്ങൾ വേഗം തീർക്കട്ടത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീടെത്തിയില്ലോ. ചിങ്കുനി വരുന്ന വഴി പിക്ക് ചെയ്തു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞു കൊടുക്കുവേ? ഡോക്ടർ എന്താ പറഞ്ഞു ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഗൈസ്, ഓക്കെയാണ്. അതായത് ഈ ഏർലി സ്കാനിങ് വന്നിട്ടില്ലേ, ഏകദേശം എല്ലാവർക്കും, ഈ പ്രഗ്നൻ്റ് ആയ ഏകദേശം എല്ലാവർക്കും അറിയാം ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ എന്താവും എന്നുള്ളൊരു ഇതിലോ. നമ്മൾ നോർമലി ഇപ്പൊ പ്രഗ്നന്റ് ആണെന്നുള്ള ഡൗട്ട് അടിച്ചിട്ട് അതന്നെ ഡൗട്ട് അടിച്ച് നമ്മൾ ഇരുന്നാൽ പോസിറ്റീവ് ആയാൽ കൂടെ നമുക്ക് ആ സ്കാനിങ്ങിലാണല്ലോ നമുക്ക് എന്താണ് ഉള്ളിലത്തെ ആളുടെ അവസ്ഥ എന്നുള്ളത് അറിയുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു സ്കാനിങ് എന്ന് പറയുന്നത് എല്ലാവരും സംബന്ധിച്ച് കുറച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു സ്കാനിങ് ആണ് അല്ലേ സത്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ചിങ്കുടുവിൻ്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അപ്പോൾ അത് എടുത്ത് മറ്റേ ഡോക്ടറിനെ കാണിച്ച സമയത്ത് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. പിന്നെ അതുപോലെ എൻ്റെ മുന്നെത്തി, അതായത് ചിങ്കുടുവിൻ്റെയും ഇപ്പോഴതും വെച്ചിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യാം, അപ്പം ഏകദേശം മനസ്സിലാവില്ലേ. അതെ, അത് ഞങ്ങൾ നോക്കിയ സമയത്ത് നല്ല ഡിഫറൻറ്റ് ഉണ്ട് അല്ലേ. നല്ല രീതിക്ക് മാറ്റമുണ്ട്. ഞങ്ങൾ എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത് നമുക്ക് ഒരു പ്രഗ്നൻസിൻ്റെയും വേറൊരു പ്രഗ്നൻസിൻ്റെയും ഡിഫറൻറ്റ് എന്താണെന്നുള്ളത് അപ്പോൾ മനസ്സിലാതെ നോക്കുമ്പോൾ അതൊരു വേറൊരു ഇതാണല്ലോ. അതെ, അപ്പോൾ എന്തായാലും ഗൈസ് എല്ലാം ഓക്കെയാണ്. അപ്പോൾ എന്തായാലും അതും കൂടി അറിഞ്ഞ സമയത്ത് നല്ല സമാധാനമുണ്ട്. പിന്നെ വാവച്ചിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്കാനിങ് എടുക്കാൻ കയറിയിട്ട് വാവച്ചിക്ക് എന്താണ് എന്താ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരാൾ. എന്നിട്ട് ഞാൻ വേറൊരു കടലാസ് കൈ കൊടുത്തു. എന്നിട്ട് ഇതിന് വാശി പിടിക്കുന്നു ഗൈസ്. കുത്തും പറ മഞ്ഞോ പെട കിട്ടും പറ. പൊട്ട് വെച്ച് കൊടുത്തിരിക്കുന്നു. ചേച്ചിന്റെ കുട്ടി വെച്ച് കൊടുക്കുന്നു. സംഭവത്തിൽ തലതിരിഞ്ഞു പോയി ഗൈസ്. അപ്പോൾ എന്താണ് സ്കാനിങ്ങിൻ്റെ അവിടെ പോയ സമയത്ത് വായിച്ചിട്ട് തലയിറക്കം എന്ന് വായിച്ച് പറഞ്ഞിരുന്നു കേട്ടോ. അത് പിന്നെ വിട്ടിട്ടില്ലല്ലോ. അവൻ ഫുഡ് കഴിച്ചപ്പോൾ കുറച്ചൊന്നും ഒതുങ്ങിയാ വീട്ടിൽ പോയിട്ട്. അതായത് എന്താണ് വാവിച്ചിക്ക് നല്ല രീതിക്ക് അതിൻ്റെ ഒരു ഇത് ഇങ്ങനെ നിൽക്കണം ടയേർഡായിട്ട്. ഇപ്പോൾ വാവിച്ചി വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, വാവിച്ചിക്ക് നല്ല രീതിക്ക് തലയിറക്കും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇന്നാണ് ഇത്ര, ഇല്ലെങ്കിൽ ഇടയ്ക്ക് വന്നു പോകുന്നു. പക്ഷെ ഇന്ന് കുറച്ച് കൂടുതലല്ലോ അവൻ. ഇനിയിപ്പോൾ എന്തായാലും നോക്കാം. ചിലപ്പോൾ ഇനിയിപ്പോൾ എന്താണ് നമ്മൾ കുറച്ച് നേരത്തെ പോയത് കൊണ്ടാണ്, ഇനിയിപ്പോൾ വെയിലത്ത് പോയതാണെന്നൊന്നും അറിയില്ല. നമുക്ക് ജൂണിൽ പോകാൻ പറഞ്ഞു. ഫസ്റ്റത്തെ ഇപ്പോഴത്തെ വെച്ച് നല്ല ഡിഫറൻസ് ഉണ്ട്. നല്ല രീതിക്കുണ്ട്. അത് എന്താ പറയാ, നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ അറിയാം സംഭവങ്ങള് ഇപ്പൊ ടെസ്റ്റ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിലും കാണിക്കേണ്ടതാണെന്നുണ്ടെങ്കിലും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഡോക്ടർ കൺസൾട്ട് ഇല്ലേ. അതെ, അത് വ്യത്യാസമുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാം, ഇല്ലെങ്കിൽ നമ്മളുടെ എന്താണ് ശരീര രീതിക്ക് അനുസരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അവർ ഓരോന്ന് തരുന്നത്. ചിലവ
അപ്പോൾ എന്തായാലും ഇതിൽ ഹാപ്പിയാണ്. ഞങ്ങൾ പോയി സ്കാനിങ് ഒക്കെ എടുത്തു, ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ അതിലെല്ലാം ഓക്കെ ആണല്ലോ. ഇനിയിപ്പോൾ ജൂണിലാണ്. അപ്പോൾ എന്തായാലും ഇനി അപ്പോൾ സ്കാനിങ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വേറൊരു പ്രശ്നമില്ല, ഇനിയിപ്പം എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമോ കാര്യങ്ങളൊന്നും അറിയില്ല. അതായത് ഉള്ളിലുള്ള ആളുടെ എല്ലാം ഓക്കെയാണ്. ഇനിയിപ്പോൾ വാവച്ചിക്ക് എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളും തന്നിട്ട് വാവച്ചിക്ക് എന്താണ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണല്ലോ. കാരണം കഴിഞ്ഞതിൽ തൈറോയിഡ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതും നോക്കണം. ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഗൈസ്, അതിനകത്ത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓരോരോ അപ്ഡേറ്റുകൾ. അപ്പോൾ എന്തായാലും ബൈ.